ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം SHO ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത്. അവസാനം DYSP കുറ്റം അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. ആ വയനാടിന്റെ കൽപ്പറ്റയിലെ മുൻ MLA ശശീന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി. മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു. DYSPയുടെ വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് തന്നെ ബഹളം ഉണ്ടാക്കി. ഇപ്പോഴും ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ CPM കമ്മിറ്റി ഇണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുൻ MLAയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുക. അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. ആ 24 മണിക്കൂറിന് മുമ്പ് അയാളെ അവിടെ കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് അവിടെ കൊണ്ടിരുന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതിനു മുമ്പ് DYSPയുടെ ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കുക. ഇപ്പൊ പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ CPM വലിയ തോതിലുള്ള ശ്രമം നടത്തുകയാണ്. ഇതേ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത്. MP എന്നുള്ള നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് വയനാട്ടിലെ SFI ക്രിമിനലുകളാണ് എന്നത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ SFIക്കാരെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളാക്കി വളർത്തിയെടുത്തത് കലാലയങ്ങളെ കലാപകേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ SFI ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പൊ പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ FIR പറ്റി അന്വേഷിച്ചു. FIR 306 ആണ് ഇട്ടിരിക്കുന്നത്. 302ലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇപ്പോൾ ഞങ്ങൾ നടപടികൾ എന്താണെന്ന് കാത്തിരിക്കുകയാണ്. പ്രതികളെ രക്ഷപ്പെടുത്താൻ ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഗവൺമെന്റ് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കണം. പ്രതികളെ രക്ഷപ്പെടുത്താൻ SFI ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്.